സാധാരണ നമ്മൾ ഇതൊക്കെ സിനിമയിലാണല്ലേ കാണാറുള്ളത്. നായകന്റെ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ നായകന് വേണ്ടപ്പെട്ടവരെയോ പോലീസുകാരൻ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നായകൻ നടു റോഡിലിട്ട് പോലീസുകാരനെ തല്ലും. അതൊക്കെ നമ്മൾ സാധാരണ സിനിമയിലാണ് കാണാറുള്ളത്. ചില ആളുകളുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലീസുകാരെ തല്ലിയാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് ചില ആളുകളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ധാരണ കേട്ടോ. ശരിക്കും ആ ധാരണയൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് നമ്മളെ ഇപ്പം അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പലതും കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത്. യൂണിഫോമിലുള്ള പോലീസുകാരെ കത്തികൊണ്ട് കുത്തുക, യൂണിഫോം ഇല്ലാതെ തന്നെ പോലീസുകാർ പുറത്ത് നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് ആ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് കലാപരിപാടികൾ കുറച്ചടുത്ത കാലം തൊട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആഭ്യന്തരത്തിന്റെ വീഴ്ചയായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ കുറവ് കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ പോലീസുകാരെല്ലാവരും നല്ലവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തല്ലുകൊണ്ട പോലീസുകാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ മഹാന്മാരാണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഈ പോലീസുകാരനിപ്പം തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു പോലീസുകാരനെ കുറച്ച് യുവാക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചല്ലോ. ആ പോലീസുകാരന്റെ ചെയ്തികൾ എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടതാണല്ലേ. വെറുതെ എന്ന പയ്യന്മാരെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ തലയടിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമെന്നും നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലേ. എന്ന് കരുതിയാൽ പോലീസുകാരനെ വഴിയിലിട്ട് മർദ്ദിക്കുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദിച്ചതും ശരിയല്ല. ഇപ്പം പോലീസുകാരൻ്റെ ഭാഗത്തും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഈ പോലീസുകാരനെ മർദ്ദിച്ച ആ യുവാക്കളുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസുകാരൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അത് വെറുതെ നമുക്ക് ആ വീഡിയോ കണ്ടായിരുന്നില്ലല്ലേ. ഞാനും കണ്ടായിരുന്നല്ലോ ഈ വെറുതെ ഇരുന്ന ഈ യുവാക്കളുടെ തലയെ കടിച്ച് പൊളിക്കുന്നതായിട്ട്. അങ്ങനെയൊക്കെയാണോ ശരിക്കും ഈ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തേണ്ടത്? പോലീസുകാർക്ക് ഇങ്ങനെ ഒരാളെ ഓക്കെ, ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് അവർ സംഘർഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ലാത്തി വീശാം എന്ന് കരുതിയിട്ട് വെറുതെ നിൽക്കുന്ന ആളുടെ തലയെ കടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ആരാണ് കൊടുത്തിരുന്നത്? അതൊക്കെ കുറച്ച് ഓവറല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ പോലീസുകാരനെ എടുത്തിട്ട് ഈ യുവാക്കൾ മർദ്ദിക്കുന്ന സമയത്ത് ഈ പോലീസുകാരനും ഇടിവിളയൊക്കെ വെച്ചിട്ടാണ് ഈ യുവാക്കളെയൊക്കെ നേരിട്ടത് കേട്ടോ.